കലിപ്പൻ ചെക്കനും മൊഞ്ചത്തി പെണ്ണും. രചന റുക്സാന ഷഫീഖ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീച്ച് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. വീട്ടിൽ തിരിച്ചെത്തിയ അഹാനെ മാജി വാരിപ്പുണർന്നു. ഡീ പരട്ടെ, അപ്പൊ എല്ലാരും കൂടി എന്നെ വിഡ്ഢിയാക്കിയതല്ലേ? ലോകത്ത് ആർക്കില്ലാത്ത വെറുപ്പായിരുന്നില്ലേ നിനക്കെന്റെ ഇക്കയോട്? എന്നിട്ടിപ്പൊ എന്തായി? അവളൊന്ന് ഇളിച്ചു കാണിച്ചു. പോട്ടെ, ഞാൻ ക്ഷമിച്ചു. അല്ല, അന്ന് പോയിട്ട് എന്തായി? വല്ലതും നടന്നോ? ഒന്ന് പോടി. എന്ന് നടക്കാൻ? അന്ന് ആബിദിന്റെ കൂടെ ഒറ്റക്കായിരുന്നപ്പോൾ അവൻ ഇഷ്ടം പറഞ്ഞതും പിന്നെ എല്ലാം മനസ്സിലേക്ക് വന്നപ്പോൾ അവളുടെ മുഖമൊക്കെ നാർത്താൽ ചുവന്നു കൊടുത്തു. അയ്യേ, ഒന്നും നടന്നില്ല പോലും. ഇനി നീ എന്നെ മണ്ടിയാക്കാന്ന് കരുതണ്ട മോളെ. ഒരു കോൺഫറൻസ് ചെയ്യാൻ വേണ്ടിയാ രണ്ടിനെ അന്ന് ഒറ്റയ്ക്ക് വിട്ട്. എന്നിട്ട് രണ്ടും കൂടി ചുളിവിൽ കിസ് അടിച്ചല്ലേ? മാജി അങ്ങനെ പറഞ്ഞപ്പോൾ അവളൊന്ന് ഞെട്ടി. ഇവളിതെങ്ങനെ അറിഞ്ഞു? ഓടി, കിസ്സോ? നല്ല കാര്യമായി പോയി. വേണ്ട മോളെ, എന്നെ പറ്റിക്കാൻ നോക്കണ്ട. രണ്ടോന്ന് തിരിച്ചു വന്നപ്പോൾ ഞാൻ കണ്ടായിരുന്നു നിന്റെ ചുണ്ട് ചെറുതായിട്ട് പൊട്ടി ഇച്ചിരി വീങ്ങി നിൽപ്പുണ്ടായിരുന്നു. പോകുമ്പോ അവിടെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. റബ്ബേ, പെട്ടു. നീ എന്താ എന്റെ ചുണ്ട് നോക്കി നിൽക്കലാണോ? ഒന്ന് പോടി, അത് വേറെ വല്ലതും ആയിരിക്കും. നടക്കട്ടെ നടക്കട്ടെ, നമ്മൾ ഒന്നിനും ഇല്ലേ. ഇനി ഏതായാലും രണ്ടിനും ഒറ്റയ്ക്ക് എവിടേക്കും വിടില്ല, നോക്കിക്കോ. പോടി എന്ന് പറഞ്ഞ് അഹാന മാജി അടിക്കുവാനായി കൈ ഉയർത്തിയപ്പോൾ അവൾ അവിടുന്ന് ഓടാൻ തുടങ്ങി. പുറകെ അഹാനയും. വാതിൽക്ക് എത്തിയപ്പോൾ മാജി ഒന്ന് സ്റ്റെക്കായി. ഡീ പരട്ടെ എന്ന് വിളിച്ച് അഹാൻ അവളുടെ പിറകെ വന്ന് അവളുടെ കഴുത്തിന് പിടിച്ച് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവളൊന്ന് ഞെട്ടി. ആബിക, അല്ലോ, ഇനി പെങ്ങളുടെ കഴുത്തിന് പിടിച്ചതിന് എന്നെ പിടിച്ചരക്കോ? പെട്ടല്ലോ റബ്ബേ. ആബിദിനെ നോക്കി അവൾ മനസ്സിൽ കരുതി. പിള്ളേരുകളി മാറിയില്ലേ? നിന്റെ ഉമ്മയില്ലേ? ആബിദ് അഹാനയോടായി ചോദിച്ചു. ഇല്ല, മമ്മ നിങ്ങളുടെ വീട്ടിലാണ് ഉള്ളത്. സഫയും ബാപ്പയും കമ്പനിയിൽ പോയി. അതാ ഞങ്ങൾ വെറുതെ. ഫോൺ റിങ് ചെയ്ത ശബ്ദം കേട്ടതും അവൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് മുകളിലേക്ക് ഒരു ഓട്ടമായിരുന്നു. റൂമിൽ ചെന്ന് ഫോണ് തപ്പിപ്പിടിച്ച് താഴേക്ക് പോകാനായി തിരിഞ്ഞതും പുറകിലായി ആബിദ് വന്ന് റൂമിന്റെ ഡോറ് ലോക്ക് ചെയ്തും ഒരുമിച്ചായിരുന്നു. ആബിക, ഇക്ക എന്തത് കളിക്കല്ലേ? മാജിയുണ്ട് താഴെ. അവളെന്താ കരുതുക? അവളൊന്നും പറയുന്ന കേൾക്കാതെ ആബിദ് അവൾക്ക് അഭിമുഖമായി നടന്നു നീങ്ങി. അതിനനുസൃതമായി അവൾ പുറകോട്ടും. ഒടുക്കം ഭിത്തിയിൽ തട്ടി അവൾ അവിടെ നിന്നു. ഡോറ് തുറക്കാനായി അവൾ പോകാൻ ശ്രമിച്ചെങ്കിലും ആബിദ് തന്റെ രണ്ട് കൈകളും അവളുടെ ഇരുവശത്തായി ഭിത്തിയോട് ചേർത്ത് വെച്ചു. ഇക്ക, മാജി, എനിക്ക് പോണം പ്ലീസ്. അവൾ അവനോട് ഒരുപാട് കെഞ്ചിയെങ്കിലും ഒരടി പോലും ആബിദ് അനങ്ങിയില്ല. നീ എന്തിനാ പെണ്ണേ ഇങ്ങനെ കിടന്ന് വറക്കുന്നത്? എപ്പോഴാ നിന്റെ ഈ വിറയിലൊക്കെ ഒന്ന് മാറുക? ദേ, ഞാനെന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ടോ നീ? ഇങ്ങനെ ഒരുമാതിരി മുഖമാക്കി വെച്ചാ എൻ്റെ കൺട്രോൾ മുഴുവൻ പോയെന്ന്. നീ ഇങ്ങനെ കിടന്ന് വിറക്കുമ്പോൾ മുഖമൊക്കെ ചുവന്ന് തുടുത്ത് വരുന്നുണ്ട് പെണ്ണെ. അത് കാണുമ്പോൾ എനിക്ക് കൺട്രോൾ കിട്ടിയെന്ന് വരില്ല. പിന്നെ എനിക്ക് പണിയാക്കരുത് എന്നവൻ അവളുടെ കണ്ണുകൾ നോക്കി പറഞ്ഞപ്പോൾ അവളൊന്ന് ഞെട്ടി. അവൻ്റെ നോട്ടമേൽക്കാനാവാതെ അവൾ തലയാഴ്ത്തി നിന്നു. ഇക്ക, നിങ്ങൾ കളിക്കല്ലേ, മാജിയുണ്ട് താഴെ. ഓ, അവള് പോയി. നീ മുകളിലേക്ക് വന്ന സ്പോട്ടിൽ തന്നെ അവള് വീട്ടിലേക്ക് പോയി. അവൾക്കും തോന്നി കാണും നമുക്ക് ഇച്ചിരി പ്രൈവസി കിട്ടിക്കോട്ടെ എന്ന്. എന്താ നിങ്ങൾ ഉദ്ദേശം? ഇതേ മാറിയേ, എനിക്ക് പോണെന്ന് പറഞ്ഞില്ലേ? ചാച്ചുപ്പ് വരും. ഒന്ന് അടങ്ങ് പെണ്ണെ എന്നും പറഞ്ഞ് അവൻ അവളുടെ തുടുത്ത കവിളുകൾ തൻ്റെ കരങ്ങളാൽ കോരിയെടുത്തു. ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ അവളുടെ ആ വിറയാർന്ന ചുണ്ടുകളിൽ കോർത്തപ്പോൾ സ്വയം കൈവിട്ടു പോകുന്ന അവസ്ഥ തോന്നിയെങ്കിലും അതിനെ മറച്ചുകൊണ്ട് അവളോടായി ചോദിച്ചു. പെണ്ണെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നു നിന്റെ ജീവൻ അപകടത്തിലാഴ്ത്താൻ ശ്രമിച്ചവളോട് ഇത്രയൊക്കെ അലിവ് തോന്നാൻ? സത്യം പറഞ്ഞാൽ റഫക്ക് ആക്സിഡൻ്റായി എന്നറിഞ്ഞപ്പോൾ മനസ്സറിഞ്ഞ് ഞാൻ ഒരുപാട് സന്തോഷിച്ചതാണ്. പക്ഷേ ഇന്ന് അവൾ നിന്നോട് ഒരുപാട് കരഞ്ഞു പറഞ്ഞപ്പോൾ എന്തോ നിന്റെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീണ ആ കണ്ണുനീർത്തുള്ളി കാരണമാവാം എനിക്ക് അവൾക്ക് മാപ്പ് നൽകാൻ കഴിഞ്ഞത്. ഇക്ക, നമ്മൾ എന്തു വലിയ തെറ്റ് ചെയ്താലും അത് മനസ്സിലാക്കി മനസ്സുകൊണ്ട് പശ്ചാത്തപിക്കാൻ തയ്യാറായാൽ നമ്മൾ ശുദ്ധിയായിക്ക. അവർക്ക് മാപ്പ് കൊടുക്കാൻ പടച്ച റബ്ബ് പോലും തയ്യാറാണ്. അവൾക്ക് താൻ ചെയ്ത തെറ്റെന്താണെന്ന് ബോധ്യമായി. ഒരുപക്ഷെ അവൾ സ്വയം നന്നാവാൻ വേണ്ടി റബ്ബ് തന്നെ കൊടുത്ത ഒരു പരീക്ഷണമായിരിക്കും ഈ ആക്സിഡൻറ്റ്. നമ്മുടെ മുന്നിൽ വന്ന് നിറകണ്ണുകളാൽ ഒരാൾ വന്ന് നിൽക്കുമ്പോൾ അത് കണ്ടില്ല നടിക്കാൻ എനിക്ക് കഴിയില്ലിക്ക. അവൾ പശ്ചാത്തപിച്ച് മനസ്സിൽ തട്ടിയാണെങ്കിൽ അവൾക്ക് 100 വട്ടം മാപ്പ് നൽകാൻ ഞാൻ തയ്യാറാണ്. പിന്നെ അവൾ പറഞ്ഞു മുഴുമിക്കുമ്പോഴേക്കും അതിനെ തടഞ്ഞെന്നോണം ആബിദിന്റെ ചുണ്ടുകൾ അവളുടെ അധരങ്ങളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരുന്നു. പ്രതീക്ഷിക്കാതെയുള്ള പ്രവൃത്തിയായതിനാൽ അവൾ അവനെ ഒരുപാട് തള്ളിമാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അതിനേക്കാൾ ശക്തിയിൽ അവനൊരു കൈകൊണ്ട് അവളുടെ പിൻകയത്തിൽ ബലമായി പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകളെ ആഴത്തിൽ സ്വന്തമാക്കിക്കൊണ്ടിരുന്നു. അവനെ പിടിച്ച് തള്ളാൻ തുനിഞ്ഞ അവളുടെ കരങ്ങൾ പതിയെ അയഞ്ഞു വന്നു. ഒരു നിമിഷം കൊണ്ട് അവളും അതിൽ സ്വയം അലിഞ്ഞു ചേർന്നു. കുറച്ച് സമയത്തിന് ശേഷം അവൻ പതിയെ അവളുടെ ചുണ്ടുകളെ സ്വതന്ത്രമാക്കി അവളുടെ നെറ്റിയിൽ അവനെ നെറ്റി ചേർത്ത് വെച്ച് അവളോടായി പറഞ്ഞു. പെണ്ണെ, ഇനിയും ഞാൻ കൺട്രോൾ ചെയ്ത ഒരുപക്ഷെ ശ്വാസം മുട്ടി മരിച്ചു പോകും ഞാൻ. അതാ. രണ്ടുപേരുടെയും ഹൃദയമിടിപ്പ് അതിവേഗത്തിൽ മിടിച്ചുകൊണ്ടിരുന്നു. ഒരു വിധത്തിൽ അവൾ ശ്വാസം വലിച്ച് നേരെയാക്കുന്നതിന് മുന്നേ ആബിദ് വീണ്ടും
അവളുടെ അധരങ്ങളെ അവൻ്റെ ചുണ്ടുകളാൽ തഴുകിക്കൊണ്ടിരുന്നു. എത്ര നുകർന്നിട്ടും മതി വരാതെ ആബിദ് അവളുടെ അധരങ്ങൾ നുണഞ്ഞുകൊണ്ടേയിരുന്നു. ശ്വാസമെടുക്കാൻ അവൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അവന് മനസ്സിലായതോടെ പതി അവളുടെ ചുണ്ടുകളെ തന്നിൽ നിന്നും വേർപ്പെടുത്തി. പെട്ടെന്ന് തന്നെ നെഞ്ചിൽ കൈവച്ച് നന്നായി ശ്വാസം ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് അവൾ അവനെതിരായി തിരിഞ്ഞു നിന്നു. അത് കണ്ടതും ആബിദ് പുറകിൽ കൂടി അവളുടെ അരയിലൂടെ കൈ ചുറ്റി വരിഞ്ഞ് അവനോട് ചേർത്ത് നിർത്തി. എന്താ പെണ്ണേ, നീ ഇത്രയേ ഉള്ളൂ? ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിനക്ക് താങ്ങാൻ പറ്റുന്നില്ലേ? നല്ല ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടല്ലോ, നിന്ന് കിതക്കുന്നുണ്ടില്ലേ? ഇങ്ങനെ ആയാൽ ഒന്നും ശരിയാവില്ല കേട്ടല്ലോ. പിന്നെ കുഴപ്പമില്ല, പതിയെ പതിയെ നമുക്കെല്ലാം ശരിയാക്കാം. അതും പറഞ്ഞ് അവൻ അവളുടെ കഴുത്തിൽ മൃദുവായി ചുംബിച്ചതും ഒന്ന് പിടഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞെന്ന് അവൻ്റെ മുഖം നോക്കാതെ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. ഇരു കൈകൾ കൊണ്ടും അവനെ ശക്തിയായി കെട്ടിപ്പിടിച്ചു. ആബിദന്റെ വീട്ടിലേക്ക് എത്തി. ഹോസ്പിറ്റലിൽ നിന്നും അവൻ നേരെ കമ്പനിയിൽ പോയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ അഹാനയുടെ വീട്ടിലേക്ക് ചെന്നത്. അവൻ്റെ ഉപ്പ നേരത്തെ വീട്ടിലെത്തിയിരുന്നു. ആബിദ് വരുന്ന കണ്ട ഉടനെ കബീർക്ക് തിരക്ക് പിടിച്ച് വെപ്രാളത്തോടെ ഫോൺ കട്ട് ചെയ്തു. എന്താ ഉപ്പ, ആരെ വിളിച്ചേ? ആ നീ വന്നോ? അത് സുബൈറാണ്. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ പറയായിരുന്നു. കബീർക്കയുടെ സംസാരത്തിൽ എന്തോ പന്തികൊടി തോന്നിയ ആബിദ് പിന്നെയൊന്നും ചോദിക്കാൻ നിൽക്കാതെ അവിടുന്ന് അവൻ്റെ റൂമിലേക്ക് പോയി. അവൻ പോയത് കണ്ടതും കബീർക്ക് നെഞ്ചിൽ കൈവച്ച് ഒരു ദീർഘശ്വാസം എടുത്തു. റൂമിലെത്തിയ ഉടനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷായി അവൻ ലാപ്ടോപ്പിന് മുന്നിൽ കുത്തിരിപ്പ് തുടങ്ങി. പെട്ടെന്നാണ് അവൻ്റെ ഉപ്പ ഫോണിലൂടെ പറഞ്ഞ ആ പേര് അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. മുന്താസ്. ഉപ്പ മുന്താസ് എന്ന് വിളിക്കുന്ന ആളെ ഞാൻ കേട്ടത്. പിന്നെ എന്തിനാ ഞാൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ സുബരിക്കാണെന്ന് എന്നോട് നുണ പറഞ്ഞാൽ? മാത്രമല്ല എന്നെ കണ്ടപ്പോൾ ഉപ്പൊന്നും പരിങ്ങിയില്ലേ? മുന്താസ്, അവരെന്തിനാ ഉപ്പ വിളിക്കുന്നത്? ആബിദിന്റെ മനസ്സിൽ പല ചിന്തകളും കടന്നുപോയി. മുന്താസ് ഷെരീഫിന്റെ ഭാര്യ, അതായത് ഫൈസലിന്റെ ഉമ്മ. വളരെ എളിമയോടാണല്ലോ ഉപ്പ അവരോട് സംസാരിച്ച്. അവരുമായിട്ട് എന്താണ് ഉപ്പാക്ക് ബന്ധം? ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നതിനിടയിൽ ഒരു മാസം മുമ്പ് നടന്ന കാര്യങ്ങൾ ആബിദിന്റെ മനസ്സിലേക്ക് പാഞ്ഞെത്തി. അന്ന് റഫയുടെ വീട്ടിൽ പോയി അവളുടെ കരണം നോക്കിയൊന്ന് പൊട്ടിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ സംഭവിച്ച കാര്യങ്ങൾ. ഫൈസൽ, ഫയാസ്, അവർക്ക് നല്ല 8ന്റെ പണി ആബിദ് കൊടുത്തിരുന്നു. ഫ്ലാഷ് ബാക്ക്. ഫൈസലിന്റെ കമ്പനി ജീവ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുമായി ഒരു ടൈപ്പ് ചെയ്തിരുന്നു. ആ കമ്പനിയുടെ ഒരു വലിയ എമൗണ്ട് തന്നെ ഫൈസലിന്റെ കമ്പനിയിൽ അവർ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നു. അവരുടെ ആ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടി ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് പ്ലാൻ ചെയ്തു. ജീവ ഗ്രൂപ്പിന്റെ HR മാനേജർ മിസ്റ്റർ ദീപക് സെമീറിന്റെ ക്ലോസ് ഫ്രണ്ടാണ്. സോ ഇതിനെപ്പറ്റി എല്ലാ ഡീറ്റെയിൽസും സെമീറിന് അറിയാമായിരുന്നു. എന്തു വന്നാലും സമയത്തിന് അവിടെ എത്തി മീറ്റിംഗിൽ പങ്കെടുത്ത് കോൺട്രാക്ട് സൈൻ ചെയ്യണമായിരുന്നു ഫൈസലിന്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നത്. ഒരുപക്ഷെ ടൈമിന് എത്താൻ പറ്റിയില്ലെങ്കിൽ അത് അവൻ്റെ കമ്പനിക്ക് വലിയൊരു ബ്ലാക്ക് മാർക്ക് തന്നെയായിരിക്കും. കാരണം ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഫൈസലുമായുള്ള ബന്ധത്തിന്റെ പുറത്താണ് ജീവ ഗ്രൂപ്പ് അവരുടെ കമ്പനി വലിയൊരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തത്. അതിൻ്റെ MD മിസ്റ്റർ മെൽവിൻ കെ ഫെർണാണ്ടസ് നല്ല ബോൾഡാണ്. പങ്ക്ച്വാലിറ്റി കാണിക്കാത്തവരുമായി ഒരു തരത്തിൽ ഒത്തുപോകാത്ത ആളാണ് അയാൾ. സോ ഫൈസൽ മീറ്റിംഗ് സെറ്റ് ചെയ്തതിൻ്റെ 2 ദിവസം മുന്നേയുള്ള ഫ്ലൈറ്റാണ് ബുക്ക് ചെയ്തത്. ഫൈസലിനെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഫയാസ് കൂടെ ഉണ്ടായിരുന്നു. എയർപോർട്ടിലേക്ക് പോകുന്ന വഴി ആബിദിന്റെ കാർ ഒരു കൊടുങ്കാറ്റ് കണക്കെ അവരുടെ കാറിന് മുന്നിൽ ക്രോസ് ഇട്ട് നിർത്തി. വാട്ട് ദ ഹെൽ? ഡ്രൈവ് ചെയ്യുന്നതിനിടെ ഫയാസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് സ്റ്റിയറിംഗിൽ ആഞ്ഞടിച്ചു പറഞ്ഞു. കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ആബിദിനെ കണ്ടതും ഫൈസലും ഫയാസും കലിതുള്ളി പുറത്തേക്ക് ഇറങ്ങി. എന്താടാ, നിനക്ക് മതിയായില്ലേ? എടുത്തോ നിന്റെ പെണ്ണിനെ അങ്ങ് മേൽപോട്ട്. ഫൈസൽ ആബിദിനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചു. ഞരമ്പുകളുടെ ദേഷ്യം കയറിക്കൊണ്ട് ആബിദ് പല്ലുകളിറക്കി അവന്റെ കാലുകൾ കൊണ്ട് അതിശക്തിയായി ഫൈസലിന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. ഈ ആബിദ് കല്ല് പോലെ ഇങ്ങനെ നിൽക്കുമ്പോ എന്റെ പെണ്ണിനൊരു ചുക്കും സംഭവിക്കില്ലടാ നായിന്റെ മോനെ. അത് നീയൊക്കെ ഏത് മറ്റേടത്ത പണി കാണിച്ചാലും. നിലത്ത് വീണെടുക്കുന്ന ഫൈസലിനോടായി ആബിദ് പറഞ്ഞു. ആബിദിനെ തടയാനായി വന്ന ഫയാസിന്റെ മുഖം മുഷ്ടി ചുരുട്ടി ആഞ്ഞടിച്ചു. ആബിദിന്റെ ആ ഒരു അടിയിൽ തന്നെ ഫയാസിന്റെ വായിൽ നിന്നും രക്തം വാർന്നൊഴുകി. നീയൊക്കെ എന്താടാ കരുതിയത്? എന്നെ അങ്ങ് ഒലത്തിക്കളയാന്നോ? എന്നിട്ട് നൈസായി മുങ്ങാന്നോ? എന്റെ പെണ്ണിന്റെ രോമത്തിൽ തൊട്ട് നീയൊക്കെ 32 പല്ലും കാണിച്ച് ഇളിച്ചുകൊണ്ട് പറക്കാൻ പോയാൽ ഈ ആബിദ് വെറുതെ നോക്കിയിരിക്കുന്നോ? പനം. ആബിദിന്റെ ഉയർന്നു പൊതിയ കോപത്തിന്റെ അഗ്നിനാളം ഫൈസലിനും ഫയാസിലും പടർന്ന് പന്തലിച്ചു. ചോരയിൽ കുളിച്ചൊന്ന് എഴുന്നേൽക്കാൻ പോലും ആവാതെ ഫൈസലും ഫയാസും നിലം പതിച്ചിട്ടും ആബിദിന്റെ കലിപ്പ് തീർന്നില്ല. റോഡിൽ വേദന കൊണ്ട് പൊളഞ്ഞ് അലറി വിളിക്കുന്ന ഫൈസലിനെയും ഫയാസിനെയും നോക്കി ഭ്രാന്തമായി ആബിദ് പറഞ്ഞു. വേദനിക്കുന്നുണ്ടല്ലേ നിനക്കൊക്കെ? കുറച്ച് മുമ്പ് വരെ ഈ ആബിദിന്റെ മനസ്സിനുണ്ടായ ആ വേദനയുണ്ടല്ലോ, അതിന്റെ 10 പോലും അല്ല ഇപ്പൊ നീയൊക്കെ അനുഭവിക്കുന്ന ഈ വേദന. അത്രയ്ക്കെന്നെ മനസ്സ് നീറിയിട്ടുണ്ട്. ശരീരത്തിൽ നിന്ന് റൂഹെടുത്തു പോകുന്ന വേദനയാ ഞാൻ അനുഭവിച്ച്. എന്റെ റൂഹാണവൾ, എന്റെ പ്രാണൻ.
എന്ന് പറഞ്ഞ് ആബിദ് റോഡ് സൈഡിലുള്ള ഒരു വലിയ കരിങ്കല്ലെടുത്ത് അലറിക്കൊണ്ട് നിലത്ത് കിടക്കുന്ന അവരുടെ മേലെ എടുത്തിടാനായി കൈ ഉയർത്തിയപ്പോൾ ഒരു സ്പാർക്ക് പോലെ അവന്റെ മനസ്സിലേക്ക് അവളുടെ പൂർണ്ണചന്ദ്രൻ തെളിഞ്ഞു നിൽക്കുന്ന പോലെയുള്ള മുഖം മനസ്സിലേക്ക് പാഞ്ഞെത്തി. കൂടെ അവന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും തന്റെ എല്ലാ കൂടപ്പിറപ്പുകളുടെയും മുഖങ്ങൾ. ആ ഒരൊറ്റ നിമിഷം കൊണ്ട് ആബിദിന്റെ കരങ്ങൾ നിശ്ചലമായി. താൻ എടുത്തുയർത്തിയ ആ കരിങ്കല്ല് റോഡിന്റെ മറുവശത്തായി എറിഞ്ഞു. കിതപ്പോടെ ഫൈസലിനെയും ഫയാസിനെയും മാറി മാറി നോക്കി. തങ്ങളുടെ ജീവൻ തിരിച്ചിട്ടിയ ആശ്വാസത്തിൽ അവർ ആബിദിനെ നോക്കി. നിന്നെ പോലുള്ളതിനൊക്കെ കൊന്ന് ജയിലിൽ പോവാനുള്ളതല്ല എന്റെ ഈ ജീവിതം. എന്റെ പെണ്ണിനെ ഞാനൊന്ന് സ്നേഹിച്ച് തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ ഇനി നീയൊക്കെ പുറം ലോകം കാണണമെങ്കിൽ പടച്ച റബ്ബ് തന്നെ കനിയണം. ആബിദ് അവരുടെ അടുത്ത് മുട്ടൂത്തിയിരുന്നു. ശേഷം ഫൈസലിനെ നോക്കി. നീ ഇപ്പൊ എവിടേക്കാണോ പോവാനൊരുങ്ങിയെന്ന് എനിക്കറിയാം. ആബിദ് ഫൈസലിന്റെ പോക്കറ്റിൽ നിന്നും അവന്റെ ഫോൺ എടുത്തു. ശേഷം ജീവ ഗ്രൂപ്പിന്റെ എംഡിക്ക് ഒരു മെസ്സേജ് വിട്ടു. ഐ എം നോട്ട് പ്ലാനിങ് ടു സൈൻ ദിസ് ഡീൽ. ഡു വാട്ട് എവർ യു ക്യാൻ. അങ്ങനെ ഒരു മെസ്സേജ് വിട്ടതിന് ശേഷം അത് ഫൈസലിനെ കാണിച്ചുകൊണ്ട് ആ ഫോൺ ആബിദ് എറിഞ്ഞുടച്ചു. ഒന്ന് ശബ്ദമുയർത്താൻ പോലും ആവാതെ നിസ്സഹായത്തോടെ ഫൈസൽ ആബിദിനെ നോക്കി. പക്ഷേ അവനെ പുച്ഛിച്ചുകൊണ്ട് ആബിദ് അവന്റെ കാറിന് നേരെ നടന്നു നീങ്ങി. ഓർമ്മകളിൽ നിന്നും ആബിദ് ഒന്ന് ഞെട്ടി കണ്ണുകൾ തുറന്നു. അന്ന് അവർ ആരൊക്കെ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്ന് പിന്നീടാണ് അറിഞ്ഞത്. ഇപ്പോൾ കിടക്ക വിട്ട രണ്ടിനും എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. പിന്നെ ഞാനൊന്നും അന്വേഷിക്കാൻ പോയതുമില്ല. പക്ഷേ ഉപ്പ് എന്തിനാ അവന്റെ ഉമ്മയെ? തുറന്നു വെച്ച ലാപ്ടോപ്പ് അടച്ചുകൊണ്ട് ആബിദ് ബാൽക്കണിയിലേക്ക് പോയി. കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടാണ് മുന്താസ് ഡോർ തുറന്നത്. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും അവരുടെ മുഖം നല്ലപോലെ പ്രകാശിച്ചു. കബീർക്കയും അവരുടെ ഭാര്യ ആസിയ ബീവിയും നമ്മുടെ ആബിയുടെ ഉപ്പയും ഉമ്മയും. അവരെ കണ്ടത് മുന്താസ് സന്തോഷത്തോടെ അകത്തേക്ക് കയറി ഇരിക്കാൻ പറഞ്ഞു. നിങ്ങളിവിടെ ഇരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. വേണ്ട മുന്താസ്, ഞങ്ങളിപ്പോൾ വന്നത് ഫൈസലിന് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാനാ. ഇപ്പം അവൻ മെച്ചപ്പെട്ട് വരുന്നുണ്ട്. സ്വന്തമായിട്ട് എഴുന്നേൽക്കാനും കാര്യങ്ങളൊക്കെ സ്വയം ചെയ്യാനും അവനിപ്പോൾ കഴിയുന്നുണ്ട്. എല്ലാം പടച്ചറപ്പിന്റെ കരുണൊന്നുകൊണ്ട് മാത്രം. ഞങ്ങൾക്ക് അവനൊന്ന് കാണാൻ പറ്റുമോ? റൂമിലുണ്ട്. പക്ഷേ കബീർക്ക, നിങ്ങളെ കണ്ട അവനെ ഏത് രീതിയിൽ പ്രതികരിക്കുന്ന അറിയില്ല. കാരണം നിങ്ങൾ പറഞ്ഞ പ്രകാരം ഒന്നും തന്നെ അവനോട് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ നിങ്ങളാണ് ഇത്രയും കാലമായി ഞങ്ങൾ എല്ലാ വിധത്തിനും സഹായിച്ചെന്നറിഞ്ഞാൽ അവൻ എന്താണ് കാട്ടിക്കൂട്ടിയെന്നും എനിക്കൊരു പിടിയില്ല. അവർ പറഞ്ഞു കേട്ട് കബീർക്കൊന്ന് മൂളി. ഷെരീഫ് വളരെ പതിഞ്ഞ സ്വരത്തിൽ മുന്താസിനെ നോക്കി കബീർക്ക് ചോദിച്ചു. അത് കേട്ടതും അവരുടെ കണ്ണിൽ നിന്നും തുള്ളികൾ പുറത്തേക്ക് പതിയാൻ തുടങ്ങി. സാരിയുടെ തുമ്പുകൊണ്ട് കണ്ണുനീർ ഒപ്പിക്കൊണ്ട് വലതുവശത്തായി ഒരു മുറി അവർക്ക് ചൂണ്ടിക്കാട്ടി കൊടുത്തു. ജീവച്ചവമായി കിടക്കുകയാണ് ഷെരീഫ്. ഇത്രയും കാലമായിട്ടും ശരീരത്തിൽ ഒരു അവയം പോലും ഒരു പൊടിക്ക് ചലിച്ചിട്ടില്ല. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി നിൽക്കുന്ന മുന്താസിനെ കണ്ടതും ആബിദിന്റെ ഉമ്മ എഴുന്നേറ്റ് അവർ വാരിപ്പുണർന്നു. എന്റെ മോനോട് ക്ഷമിക്കണം മുന്താസ്. അവന്റെ ദേഷ്യം ആര് വിചാരിച്ചാലും തടുക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ പോലും അറിയാതെയാണ് അവനിലിപ്പോൾ കുറച്ച് ദിവസങ്ങളായി ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. അവനിപ്പോൾ സ്വന്തം ജീവനേക്കാളേറെ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. അവൾക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അവൻ. അപ്പൊ പിന്നെ ഫൈസൽ അവളെ നോവിക്കാൻ ശ്രമിച്ചാൽ അവന് എന്ത് ചെയ്യണമായിരുന്നു? ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആബി അറിയില്ല. അറിഞ്ഞ ഒന്നിനും സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. കബീർ മുന്താസിനോട് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ മകൻ ഒരിക്കലും കുറ്റം പറയില്ല കബീർക്ക. കാരണം അവൻ കൂടപ്പിറപ്പിന് വേണ്ടി എന്നും ചെയ്യാൻ മടിക്കാത്തവനാ. അത്രയും വില കൊടുക്കുന്നുണ്ട് കുടുംബബന്ധങ്ങൾക്ക്. എൻ്റെ മകൻ അവൻ്റെ ഉപ്പയുടെ പാത പിന്തുടരാൻ ശ്രമിക്കുന്നതിൽ എനിക്കൊരുപാട് വിഷമമുണ്ട്. എത്ര പറഞ്ഞിട്ടും അവൻ്റെ ചെവിയിലൊന്നും കടക്കുന്നില്ല. നിങ്ങളുടെ അധപ്പതനം മാത്രമാണ് അവൻ്റെ മനസ്സിൽ. പിന്നെ അവനിപ്പോൾ ഈ അനുഭവിക്കുന്നത് അവൻ അറിയിക്കുന്ന ശിക്ഷ തന്നെയാണ് നിങ്ങളുടെ മകൻ അവന് കൊടുത്ത്. അനുഭവിച്ചു തീർത്താലെങ്കിലും നന്നാവട്ടെ. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം കബീർ തുടർന്നു. അവൻ്റെ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടോ? അതൊക്കെ അവൻ കൃത്യമായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അവൻ ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. അന്ന് ജീവ ഗ്രൂപ്പായിട്ട് ചെയ്യാൻ തീരുമാനിച്ച ആ കോൺട്രാക്ട് ആബിദ് അങ്ങനെ ഒരു മെസ്സേജ് അയച്ചതിലൂടെയും അന്നത്തെ മീറ്റിംഗ് ക്യാൻസൽ ആയതുകൊണ്ടും എല്ലാം കൊളായിന്ന് കരുതിയതാണ്. പക്ഷെ ഇപ്പോൾ അടുത്ത മെയിൽ ചെക്ക് ചെയ്തപ്പോഴാണ് അവൻ അറിയുന്നത് അവരാ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തില്ല. പകരം അവൻ പൂർണ്ണമായിട്ട് റിക്കവറായ എല്ലാം റീസെറ്റ് ചെയ്ത് പ്രോജക്റ്റ് പ്രൊസീഡ് ചെയ്യാമെന്ന് MD മെൽവിൻ തീരുമാനിച്ചത്. അയാളുടെ സ്വഭാവം വെച്ച് എല്ലാം ക്യാൻസൽ ചെയ്ത് ഫൈസലിന്റെ കമ്പനിയിൽ അയാൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് മുഴുവൻ വിത്ഡ്രോ ചെയ്ത് പോവേണ്ടതാണ്. എന്നിട്ടും ഇങ്ങനെ തീരുമാനം എടുത്തതിന്റെ പിന്നിൽ എന്താ കാര്യമെന്ന് അവൻ ഒരു വിധത്തിലും പിടികിട്ടുന്നില്ല. എല്ലാം കേട്ട് കബീർക്കൊന്ന് മൂളി. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല നിങ്ങളോട്. ഇത്രയൊക്കെ ഉപദ്രവം ചെയ്തിട്ടും ഒരു കൂടപ്പിറപ്പിനെ പോലെ എന്നും ഞങ്ങളുടെ കൂടെ താങ്ങായി നിൽക്കാൻ എങ്ങനെ കഴിയുന്നു കബീർക്ക് അങ്ങൾക്ക്? മുന്താസ് കരഞ്ഞുകൊണ്ട് കബീർക്കയെ നോക്കി ചോദിച്ചു. അയാൾ അവരെ നോക്കിക്കൊണ്ട് ഷെരീഫ് കിടക്കുന്ന മുറി ലക്ഷ്യമാക്കി നടന്നു. പിന്നാലെ ആസിയും മുന്താസും. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.